അല്ലാഹുവേ, ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാപങ്ങളുണ്ടല്ലോ, വിധവകളുണ്ടല്ലോ, യതീമീങ്ങളുണ്ടല്ലോ. അവർക്ക് കൊടുക്കാമായിരുന്ന പടച്ചവനെ അതിലൂടെ എനിക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവേ, അതാണ് എന്റെ ആഗ്രഹമെന്ന് രണ്ടാമതൊരു ചെറുപ്പക്കാരൻ പറയുകയാണ്. പടച്ചവനെ, ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഇരുന്നു കൊണ്ട് അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഉമർ തങ്ങളും സ്വഹാബത്തും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ കേട്ടുകൊണ്ട് ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അങ്ങ് ചോദിച്ചല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് അങ്ങ് ചോദിച്ചല്ലോ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ. അല്ല ഖലീഫ ഉമർ തങ്ങളെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ ആഗ്രഹം സമ്പത്ത് വാങ്ങലല്ല, സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കലല്ല, മാണിക്യങ്ങളും മുത്തുകളും എന്റെ കയ്യിൽ കിട്ടലല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? ഈ വീട് നിറയെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ, ഈ വീട് നിറയെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ ഏതുപോലെ എന്നറിയുമോ? അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിനെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, മിസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിലെ ചില യുവാക്കളുടെ പേര് പറയുകയാണ്. അബൂ ഉബൈദയെ പോലെ പടച്ചവനെ ഇങ്ങനെ ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, അല്ലാഹ്, ഇതുപോലെ നല്ല നല്ല യുവാക്കളായ ചെറുപ്പക്കാര് ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു റബ്ബേ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 2025 ഡിസംബർ അവസാനം ഒരു വർഷം നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ പരിശുദ്ധമായ റജബിന്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉമർ തങ്ങൾ പറഞ്ഞ ഈ ചെറുപ്പക്കാരാരാണെന്നറിയോ? ആരാ ഉമർ എന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസിനെ നടക്കാ പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കാറില്ല. ആ ഉമറാണ് പറയുന്നത്, കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, ആ ഉമർ തങ്ങൾ ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഇവരെ പോലെയുള്ള ചെറുപ്പക്കാര് ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ, ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിലോ എത്രയോ നല്ലതായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അറിയുമോ ചെറുപ്പക്കാരാ, ഈ വഅദ കേൾക്കാൻ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പൊന്നുമോളെ, നിനക്ക് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ആരെന്നറിയുമോ? സഅദ് റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയുമോ? സഅദ് ഇബ്നു അബീ വഖാസിനെ നിനക്കറിയുമോ? മുസ്അബ് ഇബ്നു ഉമൈറിനെ നിനക്കറിയുമോ? പടച്ചവനെ, ഇവരൊക്കെ ആരാണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, ഇവരൊക്കെ ആരാണെന്ന് ഇവരുടെ ചരിത്രമെന്ന് വായിച്ചു നോക്കണം പെങ്ങളെ. വായിച്ചു കഴിയുമ്പോഴാണ് അവരാരാണെന്ന് നിനക്ക് മനസ്സിലാകുന്നത്. ഇവരെ പോലെയുള്ള ചെറുപ്പക്കാര് പടച്ചവനെ ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് അല്ലാഹുവേ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ ഇവരാരാണെന്നറിയോ? അവരുടെ ചരിത്രം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും
മുത്തുനബിയുടെ ഹദീസുകളും എടുത്ത് പഠിക്കണം പെങ്ങള്. ഈ ചെറുപ്പക്കാരെന്നറിയുമോ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോ, അവരുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അവരെ സമാധാനിപ്പിച്ചവരായി ചെറുപ്പക്കാര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പടച്ചവനെ ഏഴാകാശം കടന്ന പരിശുദ്ധമായ ഖുർആൻ, അതാ ഖുർആനുമായി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തുമായി കടന്നു വരികയാ. അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ കടന്നു വരികയാ. അവരാരാണെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ. മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാരാ? പഠിക്കണം യുവത്വമേ. ആ ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിക്കണം മക്കള്. ആ ചെറുപ്പക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്ന ചില നന്മകളുണ്ട് സഹോദരാ. ആരാ അബൂ ഉബൈദ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ ബദർ യുദ്ധം നടക്കുകയാണ്. പഠിക്കണേ പെങ്ങള്, അബൂ ഉബൈദ ആരാണെന്ന് പഠിക്കണേ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, എല്ലാവരും ശത്രുക്കളുടെ ഇടയിലേക്ക് വാള് പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അതാ നെഞ്ചും പിടിച്ചിറങ്ങി പോകുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മിണ്ടാതെ നടക്കുകയാ. എല്ലാവരും ബദറിന്റെ രണാങ്കണത്തില് യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. ആരും കാണാത്ത രീതിയിൽ, ആരും കാണാതെ ഇരിക്കാൻ പടച്ചവനെ പതുങ്ങി പതുങ്ങി ഒളിഞ്ഞൊളിഞ്ഞ് നടക്കുകയാണ്. എന്തിനാണ് ഒളിഞ്ഞു നടക്കുന്നതെന്നറിയുമോ? യുദ്ധം ചെയ്യാനുള്ള പേടി കൊണ്ടല്ല, മരിച്ചു പോകുമെന്നുള്ള ഭയം കൊണ്ടല്ല. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് ഒളിച്ച് നടക്കുന്നതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പിതാവായ ജറാഹ് ഉണ്ടല്ലോ, അതാ പടച്ചവനെ തന്റെ സ്വന്തം പിതാവുണ്ടല്ലോ, ഊരി പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലൂടെ തെരഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവേ, ഒരു ശത്രുവിനോടും പിതാവ് യുദ്ധം ചെയ്യുന്നില്ല. ആ രണാങ്കണത്തിൽ കാണുന്ന ഒരു യോദ്ധാവിനോട്, ഒരു മനുഷ്യനോടും ഒരു ശത്രുവിനോടും പിതാവ് യുദ്ധം ചെയ്യുന്നില്ല. പിതാവ് തെരഞ്ഞു നടക്കുകയാണ്. എവിടെ എന്റെ പൊന്നുമോൻ ഉബൈദ? എവിടെ എന്റെ പൊന്നുമോൻ അബൂ ഉബൈദ? എവിടെ? വാപ്പ തെരഞ്ഞു നടക്കുന്നത് മകനെയാണ്. മകനാണെങ്കിൽ വാപ്പ കാണാതെ ഒളിച്ചു നടക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? വാപ്പ ശത്രുപക്ഷത്താണ്. അല്ലാഹുവേ, മകൻ മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്. അതുകൊണ്ട് പടച്ചവനെ തന്റെ മതം വലിച്ചെറിഞ്ഞിട്ട് പോയ ഉബൈദ എന്ന് പറയുന്ന പൊന്നുമോന്റെ തലയെടുക്കാൻ, തന്റെ പൊന്നാര മകന്റെ തലയെടുക്കണമെന്നുള്ള ധാരണയിൽ പിതാവ് മകനെ തേടി നടക്കുകയാണ്. എവിടെ നോക്കിയിട്ടും തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. അവസാനം വന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു നിൽക്കുകയാ. താൻ തിരഞ്ഞു നടന്ന തന്റെ പൊന്നാര മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് വിളിക്കുന്നു, എടാ ഉബൈദ, ഇറങ്ങി വാടാ ഉബൈദ. പടച്ചവനെ അതാ തന്റെ പൊന്നാര മകനെ വാശി പിടിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പിതാവ് ചീത്ത പറയുകയാണ്. വായി തോന്നിയ വൃത്തികേടുകൾ മുഴുവനും വിളിച്ചു പറയുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുന്നു, അല്ലാ, പറയുന്നത് എന്റെ വാപ്പയാണല്ലോ, അല്ലാ, പറയാൻ അവകാശമുണ്ടല്ലോ. എന്നെ ചീത്ത വിളിക്കുന്നത് വേറെ ആരുമല്ലല്ലോ, എന്റെ
വാപ്പയല്ലേ വിളിക്കുന്നത്, എന്റെ ഉപ്പയല്ലേ വിളിക്കുന്നത്, എന്റെ ഉപ്പയ്ക്ക് വിളിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അബൂ ഉബൈദ റളിയല്ലാഹു തആല മിണ്ടാതെ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുകയാണ്. എത്ര ചീത്ത വിളിച്ചിട്ടും തന്റെ പൊന്നാര മകൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നില്ല. അതാ പടച്ചവനെ, ഏതൊരു മനുഷ്യന്റെയും രക്തം തിളപ്പിക്കുന്ന കാര്യമാണ് മാതാവിനെ ചീത്ത പറയുക. ഏതൊരു ചെറുപ്പക്കാരനെയും പെട്ടെന്ന് വൈലന്റാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പടച്ചവനെ, ഉമ്മയെ പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും സഹിക്കാൻ കഴിയില്ലല്ലോ. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനോട് മാതാപിതാവ് പറയുന്നു, എടാ അബൂ ഉബൈദ, നീ എനിക്ക് ജനിച്ചവനല്ലടാ, എനിക്ക് പിറന്നവനല്ലടാ. തന്റെ ഉമ്മയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാ, തന്റെ മാതാവിനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല ചിന്തിക്കുന്നു, റബ്ബേ, അദ്ദേഹം എന്റെ ഉമ്മയെ കുറിച്ചാണ് പറയുന്നത്, വാപ്പ പറയുന്നത് സ്വന്തം ഭാര്യയെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് ഉമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ആ ചെറുപ്പക്കാരൻ അനങ്ങുന്നില്ല. പടച്ചവനെ, സ്വന്തം ചീത്ത പറഞ്ഞു നോക്കി, സ്വന്തം മാതാവിനെ പറഞ്ഞു നോക്കി, എന്നിട്ടും അബൂ ഉബൈദ അനങ്ങാതെ വന്നപ്പോ ജറാഹിനറിയാ ദേഷ്യം പിടിപ്പിക്കാറ്. ഇനി തന്റെ പൊന്നാര മകന്റെ രക്തം തിളയ്ക്കണമെങ്കിൽ, അവന് വേദനിക്കണമെങ്കിൽ, അവന് സങ്കടപ്പെടണമെങ്കിൽ, ഇനി പറയേണ്ടത് വാപ്പയെ പറഞ്ഞാൽ അവൻ മിണ്ടാതെ ഇരിക്കും, ഉമ്മയെ പറഞ്ഞാൽ അവൻ മിണ്ടാതെ ഇരിക്കും, വേറെ ആരെ കുറിച്ച് പറഞ്ഞാലും അവൻ മിണ്ടാതെ ഇരിക്കും. പക്ഷേ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ തന്റെ പൊന്നാര മകനെ സഹിക്കില്ല എന്ന് അബൂ ഉബൈദയുടെ പിതാവിനറിയാ, ജറാഹിനറിയാ. നബി തങ്ങളെ പറഞ്ഞ തന്റെ പൊന്നാര മകൻ അടങ്ങിയിരിക്കുമെന്നറിയാ. പടച്ചവനെ, അതാ മുത്തുനബിയെ ചീത്ത പറയുകയാണ്. അബൂ ഉബൈദ ഇങ്ങനെ നിൽക്കുമ്പോ സ്വന്തം പിതാവ് നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുകയാണ്. മുഹമ്മദേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ അവന് സ്വർഗത്തിലാണെന്ന് നിങ്ങൾ പറയുന്നല്ലോ. എങ്കിലും മുഹമ്മദേ, നിന്റെ കൂടെ നിൽക്കുന്നവനെ ഇറക്കി വിട്, എന്റെ കയ്യിലിരിക്കുന്ന വാള് കൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. സ്വന്തം പിതാവ് നബി തങ്ങളെ ചീത്ത പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുകയാണ്, മുത്തുനബിക്ക് സങ്കടമുണ്ടാകുന്ന കാര്യം പറയുകയാണ്. പടച്ച റബ്ബേ, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലങ്ങ് വിറയ്ക്കുകയാ. പടച്ചവരേ, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചാടി ഇറങ്ങുകയാണ്. അല്ലാഹുവേ, സ്വന്തം പിതാവിന്റെ മുമ്പിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൻ ഇറങ്ങി ചെല്ലുകയാണ്. അവിടുന്ന് പടച്ചവനെ ഒന്നും കാണുന്നില്ലടോ. അതാ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയുമായിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സ്വന്തം പിതാവിന്റെ തലയും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് നബി തങ്ങളോട് സലാം പറയുകയാ. പടച്ചവനെ,
സ്വന്തം പിതാവിന്റെ തലയെടുത്തിട്ടാണ് മുത്തുനബിയുടെ മുമ്പിൽ വന്ന് സലാം പറയുന്നത്. നിബിതങ്ങൾ മിണ്ടിയില്ലടോ. അള്ളാന്റെ റസൂൽ അവിടുന്ന് തലതിരിക്കുകയാണ്. അവിടെയും ഇവിടെയും മറുഭാഗത്തും അപ്പുറവും ഇപ്പുറവും പോയി നിന്നിട്ട് നിബിതങ്ങളോട് സലാം പറഞ്ഞു. അള്ളാന്റെ റസൂൽ അവിടുന്ന് സലാം അടക്കുന്നില്ല. കാരണം പടച്ചവനെ പിതാവാണല്ലോ. സ്വന്തം പിതാവിന്റെ തലയെടുത്തുകൊണ്ട് വന്ന് നിൽക്കുകയാ. സ്വന്തം പിതാവിന്റെ തലയെടുത്തിട്ടാണ് മകൻ നിൽക്കുന്നത്. പടച്ചവനെ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലോ ദീനോ അത് ഇഷ്ടപ്പെടുന്നില്ലടോ. പടച്ചവനെ ആ ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു. നിബിതങ്ങളെ മിണ്ടുന്നില്ല. പഠിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വാപ്പയെ കൊല്ലാനോ ഉമ്മയെ കൊല്ലാനോ പടച്ചവനെ മറ്റുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല. അല്ലാഹുവേ ഒരു ഇല പോലും പറിച്ച് കളിക്കരുത്. ഒരു ഇലയെ പോലും പറിച്ച് കളയാൻ പാടില്ല. അതൊരു ജീവനാണ്. ഒരു മരം പോലും ആവശ്യമില്ലാതെ വെട്ടിമുറിച്ച് കളയാൻ പാടില്ല. അല്ലാഹുവേ അതൊരു ജീവനാണ്. മഹാനായ നബിതങ്ങൾ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കണമടോ. മുത്തുനബി അറിയാത്തവനാണ് പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്നത്. അവനാണ് കുറ്റം പറയുന്നത്. ദീൻ വളർന്നത് വാളുകൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്നത്. തീവ്രവാദവും ഭീകരവാദവും പടച്ചവനെ മുസ്ലിമീങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് പരിശുദ്ധമായ ദീൻ അറിയാഞ്ഞിട്ടാ. അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാഞ്ഞിട്ടാ. പഠിക്കണം സഹോദരാ, പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നത് എന്തെന്നറിയോ? ലോകത്തുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത് പടച്ചവരെ, ലോകത്തുള്ള ഒരാളെ കൊല്ലുന്നത്, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരിക്കലും ആരെ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ വേദനിപ്പിക്കുവാനോ റോഡിലൂടെ നടന്നു പോകുന്നവന് തടസ്സമായി പടച്ചവന് അവന് പ്രയാസകരമായ വഴിയിൽ കിടക്കുന്ന ഒരു കല്ല് പോലും എടുത്തു കളഞ്ഞാൽ അള്ളാന്റെ ദീൻ എന്താണെന്ന് പഠിക്ക്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്ന് പഠിക്ക്. വഴിയിലൂടെ നടന്നു പോകുന്നവന് ഉപദ്രവമായി കിടക്കുന്ന ഒരു കല്ലെടുത്ത് കളയുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. കാരണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണോ. എന്തിനാണോ നമ്മൾ ജീവിക്കുന്നത്? എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ ഖുർആൻ ഓതുന്നത്? എന്തിനാ പാതിരാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണോ. അവിടെ പോകാനാ നമ്മൾ പരിശ്രമിക്കുന്നത്. അവിടെ പോകാനാ നമ്മൾ കഷ്ടപ്പെടുന്നത്. എത്രത്തോളം നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കുമെന്നറിയോ? എപ്പോഴല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മൾ പടച്ചവനോട് പറയും, അല്ലാഹ് എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്. റമദാനിന്റെ 30 ദിനരാത്രങ്ങളിൽ നോമ്പ് പിടിച്ചുകൊണ്ട് എപ്പോൾ ദുആ ചെയ്താലും അല്ലാഹുവിനോട് മറക്കാതെ പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. എന്റെ വഅദ കേൾക്കുന്ന മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ്. ഞങ്ങൾ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. ആ സ്വർഗമാണ് നബിതങ്ങൾ പറയുന്നത്. വഴിയിലൂടെ നടന്നു പോകുന്നവന് പ്രയാസകരമായ അവസ്ഥയിൽ എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അതെടുത്തു കളയുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്തിനാണെന്നറിയുമോ? ഒരു പടി കൂടെ കടന്ന് നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ, ഒരു പടി കൂടെ കടിഞ്ഞപ്പുറത്തേക്ക് കടന്ന അള്ളാന്റെ റസൂല് പറയുന്നു, നീ നിന്റെ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല. അള്ളാന്റെ റസൂല് പറയുകയാ, നിന്റെ പറമ്പില്, നിന്റെ സ്വന്തം പറമ്പില് നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നിന്റെ വീട് പോലും നീ ഉയർത്തിക്കെട്ടാൻ പാടില്ല.
എന്തേ കാരണമെന്നറിയോ? നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പടച്ചവനെ കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായ നിന്റെ പറമ്പിൽ പോലും നിന്റെ വീട് ഉയർത്തി കെട്ടല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എടോ പരിശുദ്ധമായ ദീനങ്ങനാ സഹോദരാ, സ്വന്തം പിതാവിനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല. അവിടുന്ന് സംഭവിച്ചു പോയടോ നബിതങ്ങളോടുള്ള സ്നേഹം കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോ അവിടുന്ന് താങ്ങാൻ പറ്റിയില്ല, അവിടുന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമാണല്ലോ. അതുകൊണ്ട് പടച്ചവരെ അല്ലാഹുവിന്റെ പ്രവാചകന് സലാം മടക്കാതെ വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സു വേദനിച്ചു. പെങ്ങളെ അബൂ ഉബൈദയ്ക്ക് സങ്കടമായി. ചെറുപ്പക്കാരാ, ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അവിടത്തെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരികയാ. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവിടുന്ന് ഓതുകയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് ജിബ്രീൽ ഓതി കൊടുക്കുകയാ, നബിയേ നബിയേ സലാം മടക്കു നബിയേ, സലാം മടക്കു നബിയേ. വാപ്പയെക്കാൽ ഉമ്മയെക്കാൽ ഭാര്യയെക്കാൽ മക്കളെക്കാൽ കൂടപ്പറപ്പിനെക്കാൽ സ്വന്തം ജീവനെക്കാൽ അങ്ങയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം മടക്കാൻ പറയുമ്പോ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ആരെയും കൊല്ലാനല്ല, ആരെയും പീഡിപ്പിക്കാനല്ല, ആരെയും വേദനിപ്പിക്കാനല്ല. പിന്നെ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ട്. എന്താ കാര്യമെന്നറിയോ? ചില ചെറുപ്പക്കാരങ്ങനെയാ, ചില ഈമാനുള്ളവരങ്ങനാ. അവരുടെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടാൽ, അവരുടെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടാ അവർക്ക് സഹിക്കൂലടോ, അവർ പ്രതികരിച്ചു പോകുമടോ. എപ്പോഴും നിന്നോട് ചോദിക്കാറുണ്ടല്ലോ, എന്തിനാടാ എല്ലാ ഈ നാട്ടിൽ വേറെ ഒരാൾക്കും കുഴപ്പമില്ലല്ലോ, നീ എന്തിനാ എല്ലാത്തിനും തർക്കിക്കുന്നത്? എന്തിനാ നീ തടസ്സം നിൽക്കുന്നത്? നിനക്ക് വേറെ ഒരു പണിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും നിന്നെ ഒറ്റപ്പെടുത്താറുണ്ടല്ലോ. പെങ്ങളെ, നിന്റെ പൊന്നാര മകന് തെറ്റ് കണ്ടാൽ അവനെത്തുകൊണ്ടാണ് ഇടപെടുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വച്ചിരിക്കുകയാ. അവർ ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രതികരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് തെറ്റ് കണ്ടാൽ തിരുത്താൻ തയ്യാറാകുന്നത്. അല്ലാതെ മിണ്ടാതെ നടക്കുന്നത് നല്ല സ്വഭാവമല്ലടോ. തന്റെ കണ്ണിന്റെ മുമ്പിൽ പടച്ച റബ്ബേ ഒരു തെറ്റ് കണ്ടാൽ, തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അവര് പ്രതികരിക്കുമടോ, അവര് ചോദിച്ചു പോകുമടോ. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ.
അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. അതുകൊണ്ടാ അവര് പ്രതികരിക്കുന്നത്. അല്ലാതെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുമ്പോ കാണാതെ മിണ്ടാതെ നടന്നു പോകുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. കാരണം നബി തങ്ങൾ പറയുകയാ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇല്ലം യസ്തതി' ഫബിലിസാനി ഫഇല്ലം യസ്തതി' ഫബിഖൽബി വദാലിക അദ്അഫുൽ ഈമാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു തെറ്റ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നത് കണ്ടാൽ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ കൈ കൊണ്ട് തടയണേ, നിന്റെ കൈ കൊണ്ട് തടയണേ. അല്ലെങ്കിൽ പടച്ചവനെ നിന്റെ നാവ് കൊണ്ട് തടയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ കൈ കൊണ്ട് തടയാൻ പറ്റുന്നതാണെങ്കിൽ കൈ കൊണ്ട് തടയണേ. ആരാ സഹോദരാ? പടച്ചവനെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളുടെ പരിസരങ്ങളിൽ എന്തെല്ലാം പീകൂത്തുകൾ നടക്കുകയോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ, പരിശുദ്ധമായ ദീനിനെ സമൂഹത്തിന്റെ മുമ്പിൽ മോശമാക്കുന്ന രീതിയിൽ, അല്ലാഹുവേ പടച്ചവനെ കളിയാക്കാനും പരിഹസിക്കാനും ഈ സമുദായത്തിനെ എങ്ങനെ പരിഹസിക്കാൻ പറ്റുമെന്ന് കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ എന്തും പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ വീടുകൾ നടക്കുന്ന അനാചാരങ്ങൾ എന്താ, എന്തെല്ലാം പീകൂത്തുകളാണ്. പടച്ചവനെ, ഒരു വിഭാഗം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ എന്തെല്ലാം വൃത്തികേടുകളാണ് അരങ്ങേറുന്നത്. ഗാനമേളകൾ നടക്കുകയാണ്. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ പാട്ടുകളിട്ട് ആസ്വദിക്കുന്നില്ലേ? ഫർദയിട്ട ഉമ്മമാര് പോലും പടച്ചവനെ, പ്രായം ചെന്ന ഉമ്മമാര് വരെ ഇന്ന് കല്യാണ വീടുകളിൽ പടച്ചവനെ എന്തെല്ലാം ഒന്നും രണ്ടുമല്ല പടച്ചവനെ, മഞ്ഞ കല്യാണം, അറബി കല്യാണം, എന്തെല്ലാം പേരുകൾ പറഞ്ഞിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ആ കുടുംബത്തിൽ ഒരാൾ പോലും ഇല്ലാതെ പോയടോ. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ഹൃദയത്തിൽ ഈമാൻ എഴുതി വെച്ച ഒരാൾ പോലും. ഇന്ന് നമ്മുടെ സമുദായം ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന, ഓരോ വീടുകളിൽ നടക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ ഈ സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി വെക്കുന്ന വൃത്തികെട്ട സ്വഭാവങ്ങൾ നടക്കുന്നു. ഒരാള് പോലും പ്രതികരിക്കാനില്ലല്ലോ. എടോ, അങ്ങനെയാണ്. ചോദിക്കല്ലേ, എന്തേ വാപ്പ നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും തടസ്സം നിൽക്കുന്നേ? എന്തിനാടാ നീ എല്ലാത്തിനും ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് പോലും ഇല്ല പടച്ചവനെ ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയണം സഹോദര. അത് നിന്റെ കടമയാ, നിന്റെ ബാധ്യതയാ. നീ പരസ്യമായിട്ട് നീ പറയണം, എന്റെ വീടിന്റെ അകത്ത് നടക്കൂല, ഒരിക്കലും എന്റെ വീടിന്റെ അകത്ത് ഇത് നടത്താൻ പറ്റൂല. എന്റെ കുടുംബത്തിൽ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് പങ്കെടുക്കത്തില്ല, പറയാൻ കഴിയണം. അതാരൊക്കെ നിനക്കെതിരായാലും ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും, നിന്നെ ചിലപ്പോൾ തങ്ങളാ പുതിയ മഹാൻ വന്നിരുന്നൊക്കെ പരിഹസിക്കും. പക്ഷേ നമ്മളുടെ കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നത് കണ്ടാൽ ഒന്നുകിൽ നീ കൈകൊണ്ട് നടത്ത്, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റുമല്ലോ. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കൂടപ്പുറപ്പുകൾ, നിനക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നവരെ കൈകൊണ്ട് തടയ്. അല്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് തടയാമല്ലോ, പറയാമല്ലോ. ആരുടെയും കൈയും കാലും പിടിക്കേണ്ട, നിന്റെ നാവ് കൊണ്ട് നിനക്ക് പറയാമല്ലോ. അതിന് പറ്റത്തില്ലെങ്കിൽ ഈ നടക്കുന്ന പേക്കൂ നിനക്കൊന്ന് വെറുക്കാനെങ്കിലും പറ്റൂലേ? ഞാൻ ഇതിനൊന്നും പങ്കാളിയാവൂല, ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കൂല, പള്ളി വരും നിക്കാഹടി, ഞാൻ എന്റെ പണി നോക്കി പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം വളരെ സങ്കടകരമടോ ഇന്നത്തെ വിവാഹങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പേക്കൂത്തുകളാണ് നടക്കുന്നത്. അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്തൊരു നിക്കാഹിൽ പോയി, വല്ലാത്ത സങ്കടം തോന്നി. ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു, കഴിക്കാതെ ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ അധികമായ കല്യാണങ്ങളൊന്നും പോകാറില്ല. കാരണം ഇന്ന് നടക്കുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിങ്ങൾ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. നിന്നു ഭക്ഷണം കഴിച്ചാൽ, നിന്നു വെള്ളം കുടിച്ചാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താ? മരുന്നുകൾ കിട്ടാത്ത രോഗം അള്ളാഹു കൊടുക്കും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് കല്യാണ വീടുകളിൽ പോയാൽ എരന്ന് തിന്നണം, പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കണം, ക്യൂ നിൽക്കണം.
ഇന്ന് വിവാഹ വീടുകളിൽ പോയിട്ട് ക്യൂ നിൽക്കണം, പിരിവെടുക്കാൻ നിൽക്കുന്നവർ എങ്ങനെ യാചിച്ച് തിന്നണം. എന്തിനതിന്റെ ആവശ്യം? വീട്ടിലില്ല ഒന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നുകൊണ്ടിരിക്കാനുള്ള കസേര പോലും, കാരണം അതൊക്കെ ഇന്ന് വലിയ മോഡലായി മാറിയിരിക്കുന്നു, വലിയ ഫാഷനായി മാറിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, എങ്ങനെയുള്ള കല്യാണങ്ങൾ! എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കണ്ണിന്റെ മുമ്പിൽ തെറ്റ് കണ്ടാൽ തിരുത്തണേ വാപ്പാ, മിണ്ടാതെ നടന്നു പോകരുത്, മിണ്ടാതെ നടന്നു പോകരുത്. ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്താം, എല്ലാവരും നിന്നെ പരിഹസിക്കാം, എങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുമ്പോ ആ തെറ്റ് തിരുത്തിയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും നാണം കെടുത്തിയാലും പലരും പറയാൻ മടിക്കുന്നത്, ഉസ്താദേ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുമോ? വേണമെങ്കിൽ അനുസരിക്കട്ടെ വാപ്പാ, അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? എന്റെ വഅദ കേൾക്കാമെന്ന ഉമ്മമാരോട് പറയുകയാ, പ്രായമുള്ള ഉപ്പമാരോട് പറയുകയാ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നിങ്ങളത് തിരുത്തണേ. കൈകൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തിരുത്ത്, നാവ് കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് തിരുത്ത്, ഇല്ലെങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് വെറുത്ത് കളയൂ. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? കുടുംബക്കാര് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തും, മക്കള് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തും, നിന്റെ കൂടെ കിടക്കുന്നവൾ നിന്നെ ഒറ്റപ്പെടുത്തും. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ, നാളെ ഞാനും നിങ്ങളും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ പെങ്ങളെ. ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വന്ന ചെമ്പിന്റെ തറയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന മഷറയുണ്ടല്ലോ പെങ്ങളെ. നിനക്ക് ആ ദിവസത്തെ കുറിച്ച് അറിയുമോ? ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദേ, എല്ലാ പെണ്ണുങ്ങളും പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന്. പെങ്ങളെ, വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല, വല്ലാത്ത വേദനയല്ലേ, വല്ലാത്ത വേദനയല്ലേ. ഒരുപാട് നിലവിളിച്ചില്ലേ, ഒരുപാട് വേദന സഹിച്ചില്ലേ. എന്നാലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെങ്ങാണം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവള് പ്രസവിക്കുന്നതറിയില്ല ഉമ്മ. അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ, അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ. ആ ഭയാനകമായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവനും ഞാൻ ഈ പറയുന്നത് വരെ എന്റെ വലതു തോളിലിരിക്കുന്ന മലക്കുകൾ എഴുതുകയാ, നിങ്ങളിരിക്കുന്നതും മലക്കുകൾ എഴുതുകയാ. ഈ വഅദ കേൾക്കുന്ന മജ്‌ലിസിൽ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണല്ലോ. ആ നല്ല കാര്യം വലതു തോളിലിരിക്കുന്ന മലക്ക് എഴുതി വെക്കുകയാണ്. പെങ്ങളെ, ഈ വഅദ പറയുന്ന മജ്‌ലിസിൽ ഇരുന്നിട്ട് മൊബൈൽ വാട്സപ്പിനകത്ത് കയറിയിട്ട് കാമുകനോട് ചാറ്റുന്നത് ഇടതു തോളിലിരിക്കുന്ന മലക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാ. ഇതെല്ലാം നാളെ പടച്ച റബ്ബ് നമ്മുടെ കയ്യിൽ തരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ കിതാബ് എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നു, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇത് എന്ത് കിതാബാണ് റബ്ബേ? എല്ലാം ഉണ്ടല്ലോ അല്ലാ. രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ആരും അറിയാതെ ബെഡ്റൂമിന്റെ അകത്ത് വാതിലടച്ചിരുന്ന് ചെയ്തത് വരെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ തമ്പുരാന്. ഇതെന്ത് കിതാബാണ് റബ്ബേ? ഇതിനെ കുറിച്ച് മുഴുവനും അല്ലാഹു വിചാരണ ചെയ്യുന്ന പരലോകമുണ്ടല്ലോ. എണ്ണി എണ്ണി ചോദിക്കും ചെറുപ്പക്കാരാ. എല്ലാവരും ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കും
ഓടിക്കുന്ന മസ്റയുണ്ടല്ലോ, എപ്പോഴും ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവേ ഹിസാബൻ യസീറാ, എന്റെ വിചാരണ എളുപ്പമാക്കി തരണേ എന്ന് ദുആ ചെയ്യുമല്ലോ. എന്നാൽ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടിട്ട് തിരുത്തുന്ന വാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ച നാണം കെട്ട് നിൽക്കുമ്പോ അല്ലാഹു നിന്നെ അടുത്തേക്ക് വിളിക്കുകയാ, അല്ല വിളിക്കുകയാണ്. വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുകയാ, ഇങ്ങടുത്തേക്ക് വരാറ്, ഇങ്ങടുത്തേക്ക് വരാറ്. അല്ലാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, ഇന്ന് വിചാരണയില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല, നീ കാണുന്ന സ്വർഗത്തിലേക്ക് നീ കടന്നു പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവര് ഒരു മനുഷ്യനെ അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ഈ വാഴ കേൾക്കുന്ന ഒരു ഉമ്മാനെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാ. ആ വാപ്പയാരാണെന്നറിയോ? ആ ഉമ്മയാരാണെന്നറിയോ? അല്ലാഹുവേ, തന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു നടക്കുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്തി കൊടുത്തവരാ, ആ തെറ്റിനെ തിരുത്തി കൊടുത്തവരാ, അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരാ. അവര് നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ വാപ്പമാരേ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അല്ലാഹു ചിലരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു സംസാരിക്കില്ല, അല്ലാഹു ഒരു പരിഗണനയും കൊടുക്കൂല. ആ മനുഷ്യൻ ആരാണെന്നറിയോ? തന്റെ ഭാര്യയുണ്ടല്ലോ, തന്റെ ഭാര്യയുണ്ടല്ലോ, തന്റെ മക്കളുണ്ടല്ലോ, അത് തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത മനുഷ്യനാ. ഭാര്യ ചെയ്യുന്നത് പാപമാണെന്ന് ഭർത്താവിനറിയാ, മക്കള് ചെയ്യുന്നത് പാപമാണെന്ന് വാപ്പയ്ക്കറിയാ, തിരുത്താത്ത വാപ്പാ അല്ലാഹു നാണം കെടുത്തും വാപ്പാ, അല്ലാഹു കരുണ കാണിക്കില്ല വാപ്പാ. പെങ്ങളെ പഠിക്കണം പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, കണ്ണിന്റെ മുമ്പിൽ തെറ്റുകൾ നടക്കുമ്പോ ഇന്ന് നമ്മുടെ മക്കളെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഉണ്ടല്ലോ, നമ്മുടെ മക്കളുടെ വസ്ത്രധാരണയുണ്ടല്ലോ, നമ്മളുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ ഉണ്ടല്ലോ, നമ്മളുടെ മക്കളുടെ ദുസ്വഭാവങ്ങളുണ്ടല്ലോ. പടച്ചവനെ, ന്യൂ ഇയർ ആണല്ലോ, ക്രിസ്മസ് കഴിഞ്ഞല്ലോ, എന്തെല്ലാം വൃത്തികേടുകളാ നമ്മുടെ മക്കള് കാണിക്കുന്നത്, എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. എന്തേ തിരുത്താത്തത്, എന്തേ തിരുത്താത്തത്? സ്വന്തം ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തുന്നില്ലല്ലോ. പെങ്ങളെ, എത്രയോ നിന്റെ പെൺമക്കള് പല വൃത്തികേടുകൾ കാണിക്കുന്നല്ലോ. നിന്റെ പൊന്നുമക്കളുടെ വസ്ത്രം നീ കാണാറില്ലേ? അവര് തലമറയ്ക്കാതെ നടക്കുന്നില്ലേ? ഔറത്ത് മറയ്ക്കാതെ നടക്കുന്നില്ലേ? അവരുടെ ഉള്ളിലുള്ളത് വെളിയിൽ കാണുന്ന രീതിയിൽ പടച്ചവനെ വസ്ത്രം ധരിച്ചു നടക്കുന്ന പെൺമക്കളെ ഉപദേശിക്കാത്ത ഉമ്മ, നീ ഫർദ് കിട്ടിട്ട് കാര്യമില്ലല്ലോ. താടി വളർത്തുന്ന വാപ്പാ, സ്വന്തം മക്കള്, സ്വന്തം ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല വാപ്പാ. ഏത് സാഹചര്യത്തിലാണ് ഉപദേശിക്കണമടോ, ഏത് സാഹചര്യത്തിലാണെങ്കിലും മരണത്തിന്റെ വേളയിലാകട്ടെ, മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുന്ന സമയമാകട്ടെ, ആ സമയത്തിലാണ് തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കാണുന്നതെങ്കിൽ തിരുത്താൻ കഴിയണം പെങ്ങളോ, തിരുത്താൻ കഴിയണം ബാപ്പാ. അതാ നമ്മള് മദീനത്ത് പോകുമല്ലോ, മദീനത്ത് ചെന്ന് ജന്നത്തുൽ ബഖീയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ സ്വഹാബത്തുകൾ
കിടക്കുന്ന ജന്നത്തിൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുമല്ലോ. ആ ജന്നത്തിൽ ബഖീയിലൂടെ കടന്നു പോകുമ്പോ അങ്ങ് മധ്യഭാഗത്തൊരു ഖബർ കാണാം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? ഉസ്മാൻ തങ്ങൾ ആരാണെന്നറിയോ? പഠിക്കണേ ഭർത്താക്കന്മാര്, പഠിക്കണേ ഭർത്താക്കന്മാര്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം സമയം കിട്ടുമ്പോ ഒന്ന് വായിച്ചു നോക്കണേ. നിന്റെ കണ്ണ് നിറഞ്ഞു പോകുമടോ, നീ കൊതിച്ചു പോകുമടോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? പടച്ചവനെ, വീട് വളർന്നിരിക്കുകയോ, പള്ളിയിൽ പോകാൻ സമ്മതിക്കാതെ, നിസ്കരിക്കാൻ പോകാൻ സമ്മതിക്കാതെ, രാജ്യം ഭരിക്കാൻ സമ്മതിക്കാതെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ ശത്രുക്കളെ സമ്മതിക്കുന്നില്ല. അവര് വീട് വളഞ്ഞിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ വീടിന്റെ അകത്തിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഉസ്മാൻ തങ്ങൾക്ക് മനസ്സിലായി ഇന്ന് വധിക്കുമെന്ന്, ഇന്ന് മരിക്കുമെന്ന് ഉസ്മാൻ തങ്ങൾക്ക് ഉറപ്പായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്ത് നിസ്കാരപ്പായിലിരുന്ന് ഖുർആൻ ഓതുകയാ. വഅദ കേൾക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കണം, വാപ്പമാര് പഠിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ മൂന്നാമത്തെ ഖലീഫയായ നബി തങ്ങൾ രണ്ട് പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ആ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വീടിന്റെ അകത്തേക്ക് ശത്രുക്കൾ പാഞ്ഞു കയറുകയാ. വീടിന്റെ അകത്തേക്ക് ശത്രുക്കൾ പാഞ്ഞു കയറി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടാ പോകുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ എവിടെന്ന് കയറി പിടിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വാളുകൊണ്ട് വെട്ടുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറിയപ്പോ അതാ ഭാര്യയുണ്ടല്ലോ, മഹദിയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹാ. മഹദിയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അതാ ശത്രുക്കൾ വെട്ടിക്കൊല്ലുമ്പോ പേടിച്ചു വിറച്ചുകൊണ്ട് നിലവിളിക്കുകയാ. വെപ്രാളത്തിൽ ചാടി എഴുന്നേൽക്കുകയാ. സ്വന്തം ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുമ്പോ ഏതൊരു ഭാര്യയ്ക്കാ കണ്ടു നിൽക്കാൻ കഴിയുക? അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുമ്പോ ഉസ്മാൻ തങ്ങളെ വിളിക്കുന്നു, നായില, നായില. ഓരോ ഭർത്താവിന്റെയും ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ചരിത്രമാണോ? ഉസ്മാൻ തങ്ങളെ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വാളുകൊണ്ട് വെട്ടുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് നിന്ന് കരയുന്ന ഭാര്യയോട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില. അവരെന്തു വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ നായില, എനിക്കതിൽ സങ്കടമില്ല, എനിക്കതിൽ വിഷമമില്ല. പക്ഷേ ഞാൻ പേടിക്കുന്നത് എന്തെന്നറിയോ? നിന്റെ കാര്യം ഓർത്തിട്ടാണ് നായില, നിന്റെ കാര്യം ഓർത്തിട്ടാണ് നായില. എനിക്ക് അല്ലാഹുവിനെ പേടിയാനായില്ല. എന്തേ കാരണമെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായ നായില ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. പെങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിലും മറുപടി പറയാൻ എനിക്ക് ഭയമാണ്. അല്ലാഹുവിന്റെ മുമ്പിലും മറുപടി പറയാൻ എനിക്ക് ഭയമാണ് നായില.
അതുകൊണ്ട് ഔറത്തു മറയ്ക്ക്, തലയിലെ തുണി നേരെ പിടിച്ചിടനായില്ല. ഏത് സമയത്താ ഭർത്താവ് ഇത് പറയുന്നത്? ഏത് സമയത്തും അറിയോ? ശത്രുക്കളെ വീടിന്റെ അകത്ത് വെച്ച് ഉസ്മാൻ തങ്ങളെ കൊല്ലുന്ന സമയത്താണ് തന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നൊരു പിഴവ് സംഭവിച്ചപ്പോ ആ പിഴവ് പോലും ഉസ്മാൻ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അവസാനം പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു തെറ്റ് കണ്ടാ തിരുത്തണേ. മിണ്ടാതെ നടക്കരുത്, മിണ്ടാതെ നടക്കരുത്. അവരായി അവരുടെ ഭാര്യ, അവരായി അവരുടെ കാര്യമായി എന്ന് പറഞ്ഞ് നിസാരമാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തെറ്റ് കണ്ടാ തിരുത്തണേ, തെറ്റ് കണ്ടാ തിരുത്തണേ. പടച്ചവനെ, അത് ഈമാൻ ഹൃദയത്തിൽ എഴുതിയവരുടെ സ്വഭാവമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ അകത്ത് കയറിയിട്ട് വെട്ടിക്കൊല്ലുമ്പോ ഭാര്യ ഇത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് വെപ്രാളപ്പെട്ടുകൊണ്ട് കരഞ്ഞപ്പോ തലയിലെ തുണി ഇത്തിരി പുറകോട്ട് മാറിയിട്ട് മുടി ഇങ്ങനെ പുറത്തേക്ക് വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ മരിക്കുന്ന വേളയിലും തന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ കാര്യം വിട്ടേക്ക്, എന്റെ വിഷയത്തിൽ എനിക്ക് പേടിയില്ല, നിന്റെ വിഷയത്തിലായി എനിക്ക് പേടി. പെണ്ണേ, നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു, നിന്റെ തല മറയ്ക്ക്, നിന്റെ ഔറത്ത് മറയ്ക്ക്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ മരിക്കുന്ന സമയത്ത് പോലും തന്റെ ഭാര്യയുടെ തെറ്റിദ്ധരുത്തി കൊടുത്തു, തന്റെ ഭാര്യയുടെ തെറ്റിദ്ധരുത്തി കൊടുത്തു. പടച്ചോനെ, ഇന്ന് ഹാജിയാരുടെ പെണ്ണുമ്പിള്ളയുടെ കോലം ഒന്ന് കാണണം, നമ്മളുടെ മക്കളുടെ വസ്ത്രധാരണയൊന്ന് കാണണം. ഒരു വാപ്പയും ഒരു ഉമ്മയും അധികം പേരും മിണ്ടുന്നില്ല, അവരുപദേശിക്കുന്നില്ല. അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാകുന്നത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പോകുമ്പോ അള്ളാഹുടെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് പറയും, എന്നെ പിഴപ്പിച്ചതെന്റെ വാപ്പയാ, എന്നെ പിഴപ്പിച്ചതെന്റെ ഉമ്മയാ, ഞാൻ തെറ്റു ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു, ഇവരെന്നെ നന്നാക്കിയില്ല. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് എന്റെ വാപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് മക്കൾ പറയുന്ന ഒരു ദിവസം വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.